കുറ്റവാളിയെ പോലീസ് പിടികൂടി കഴിഞ്ഞു. കാര്യങ്ങൾ അപ്പൊ തന്നെ അച്ഛൻ അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛനത് താങ്ങാനാവുമായിരുന്നില്ല. പ്രതീക്ഷയുണ്ടെന്നാണ്. ഏതായാലും അപകടഘട്ടം കടന്നു എന്നാ തോന്നുന്നു. ആവശ്യത്തിനനുസരിച്ച് നിറം മാറുന്ന ഈ മുഖത്ത് നോക്കി തന്നെ ആ അഭിനന്ദനം അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ആ കണ്ണീരും കുമ്പസാരവും എല്ലാം കൃത്രിമമായിരുന്നു, ആരും അറിഞ്ഞില്ല. പ്രസാദിരിക്കേ. ഇങ്ങോട്ടൊക്കെ. ബാബു എവിടെ? അകത്തുണ്ട്. ബാബു, ഒരു സന്തോഷ വാർത്ത കിട്ടി. അത് നേരിട്ട് വന്ന് സാറിനെയും സുമിത്രയെ അറിയിക്കണം തോന്നി, അതാ വന്നത്. ആ, ബാബുവാണ് ആദ്യം കേൾക്കേണ്ടത്. രേഖയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള കുറ്റം ഇനി ബാബുവിന്റെ മേലുണ്ടാവില്ല. കുറ്റവാളിയെ പോലീസ് പിടികൂടി കഴിഞ്ഞു. സത്യമാണോ? സത്യമാണോ പ്രസാദേട്ടാ? പകൽ പോലെ സത്യം. ആരാ അത്? രേഖയുടെ സ്വന്തം ഏട്ടൻ തന്നെ, റാമോഹൻ. എല്ലാം സുന്ദരമായി പ്ലാൻ ചെയ്തിട്ടാ അവൻ പരോളിലിറങ്ങിയത്. വിശ്വസിപ്പിച്ച് ചതിക്കുകയായിരുന്നു അവൻ സ്വന്തം അനിയത്തിയെ. എന്നിട്ട് പോലീസിന്റെ ശ്രദ്ധ മനഃപൂർവ്വം ബാബുവിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിച്ചു. കുറേയേറെ അതിലവൻ വിജയിക്കുകയും ചെയ്തു. പക്ഷേ സത്യത്തെ സ്ഥിരമായിട്ട് അങ്ങനെ കുഴിച്ചുകൂടാൻ പറ്റില്ലല്ലോ, എത്ര വലിയ ബുദ്ധിരാക്ഷസം വിചാരിച്ചാലും. പ്രസാദ്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കറിയാത്ത എന്തൊക്കെയോ ഇവിടെ നടന്നിട്ടുണ്ട്. സുമിത്രേ, എന്താ ഉണ്ടായത്? പറ. അച്ഛനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി എല്ലാം ഞങ്ങൾ മറച്ചു വെച്ചതാണ്. രേഖയെ കൊല്ലാൻ നോക്കിയത് ഇവനാണെന്ന് ആരോപിച്ച് പോലീസ് ഇവനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അന്ന് ഇവൻ കൃഷ്ണമാമയുടെ കൂടെ എറണാകുളത്ത് പോയിന്ന് അച്ഛനോട് പറഞ്ഞിരുന്നില്ലേ? ആ ദിവസമായിരുന്നു പോലീസ് ഇവനെ. എന്റെ ഈശ്വരാ, ക്ഷമിക്കണം. എല്ലാ സംഭവങ്ങളും ശങ്കർ സാർ അറിഞ്ഞിരിക്കുന്നു ഞാൻ കരുതി. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വന്ന് പരസ്യമായ വിവരം അറിയിക്കില്ലായിരുന്നു. സാരല്ല പ്രസാദേട്ടാ, എന്നായാലും അച്ഛൻ അറിയേണ്ടതല്ലേ. യഥാർത്ഥ പ്രതി ആരാണെന്ന് അറിയുന്നതുവരെ ഈ സംഭവം അച്ഛനിൽ നിന്ന് മറച്ചു വെക്കാനേ ഞങ്ങൾ വിചാരിച്ചിരുന്നുള്ളൂ. കാര്യങ്ങൾ അപ്പൊ തന്നെ അച്ഛൻ അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛനത് താങ്ങാനാവുമായിരുന്നില്ല. ഒരു കണക്കിന് അത് നന്നായി. എന്തായാലും ബാബുവിൻ്റെയും എല്ലാവരുടെയും മനസ്സിലെ ഒരു വലിയ ഭാരം നീങ്ങിയല്ലോ. എങ്ങനെയാ രാമോഹനാണെന്ന് തെളിഞ്ഞത്? പോലീസിന് നേരത്തെ തന്നെ അവന് നേരിയൊരു സംശയം ഉണ്ടായിരുന്നു. രേഖയ്ക്ക് ബോധം വീണതാണ് രക്ഷയായത്. രേഖയ്ക്ക് ബോധം വീണോ? പൂർണ്ണമായും ബോധത്തിലേക്ക് എത്തിയിട്ടില്ല. തെളിഞ്ഞും മങ്ങിയും അങ്ങനെ തുടരുക. എങ്കിലും അപകടനില കടന്നു എന്നാ ഡോക്ടർ പറഞ്ഞത്. ബോധം തെളിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് കൊല്ലാൻ ശ്രമിച്ച റാമോഹനാണെന്നാ. ആ മൊഴിയുടെ വെളിച്ചത്തിൽ പോലീസ് റാമിനെ ചോദ്യം ചെയ്തപ്പോൾ അവനും സമ്മതിക്കേണ്ടി വന്നു. ബാബു, ഹാപ്പി ആയില്ലേ? എല്ലാം ശരിയായില്ലേ? ആ, ഞാനിനി ഹോസ്പിറ്റലിലേക്ക് ഇല്ലട്ടെ. എന്തെങ്കിലും കഴിച്ചിട്ട്? ഏ വേണ്ട, ഇനിയും ബോധം തെളിയുമ്പോൾ രേഖ എന്നെ അന്വേഷിക്കും. വരട്ടെ സാർ.
ബാബു കണ്ടില്ലേ, വല്ലപ്പോഴും ഒന്ന് കണ്ണു തുറക്കും. മുമ്പൊക്കെ അത് അർത്ഥബോധത്തിലായിരുന്നു. അവ്യക്തമായി എന്തൊക്കെയോ മന്ത്രിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ നിലയിൽ നിന്നും മാറ്റമുണ്ട്. ഡോക്ടർ എന്ത് പറയുന്നു? പ്രതീക്ഷയുണ്ടെന്നാണ്. ഏതായാലും അപകടഘട്ടം കടന്നു എന്നാ തോന്നുന്നത്. സുമിത്ര ഞങ്ങളോട് ക്ഷമിക്കണം. സുമിത്രയുടെ മുഖത്ത് നോക്കാൻ തന്നെ ഞങ്ങൾക്ക് ജാള്യതയുണ്ട്. ബാബുവിനെ വെറുതെ സംശയിച്ചു. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. സോറി സുമിത്രേ. സാരില്ല. ബാബു ഇത് ചെയ്തുവെന്ന് ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിരുന്നില്ല. പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ രേഖ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ മാത്രമാണ് ചെയ്തത്. പോലീസിന് എന്നെപ്പോലും സംശയം ഉണ്ടായിരുന്നു. കാരണം ഞാനാണല്ലോ അപ്പോൾ സ്പോട്ടിലുണ്ടായിരുന്നത്. റാം മോഹൻ ബുദ്ധിപൂർവ്വം മാറിക്കളയുകയും ചെയ്തു. ഒരു തെറ്റും ചെയ്യാത്ത ബാബു ഞങ്ങളുടെ സൂചന കാരണം ക്ഷമ ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്നറിയാം. എങ്കിലും സാരമില്ല, എല്ലാം സംഭവിച്ചു കഴിഞ്ഞില്ലേ. ഒരാശ്വാസമുണ്ട്. തെറ്റിദ്ധാരണകൾക്കൊടുവിൽ സത്യം എല്ലാവർക്കും ബോധ്യമായല്ലോ. ഒരു കാര്യം കൂടി, പ്രസാദേട്ടൻ രേഖയെ വിവാഹം ചെയ്യുന്നതിൽ ഒരിക്കലും എനിക്ക് അസൂയ തോന്നിയിട്ടില്ല. അവര് തന്നെ ഒന്നിക്കേണ്ടത്. ഇപ്പോഴും ഞാനത് ആഗ്രഹിക്കുന്നു. വരട്ടെ. ശരി. காலம் பெறையாச்சுன்னா வெளியே எங்க போகாதே, பொண்டாட்டி பக்கத்துல இருந்துடணும். ஆத்துல சமையலுக்கு தேவையானதெல்லாம் ஆயிடுத்து. அதை பத்தி ஏதாவது விசாரம் இருக்கா? ஏனா உங்களோட தான் கேட்டியா? எது கேட்டாலும் சொன்னாலும் உட்காந்துக்கணும். ஒன்னும் வாய திறந்து சொல்லாதிருந்த பிரச்சனை இல்லே. இதுக்கு நான் ஒருத்தி இருக்கலே. ஓ கடவுளே, என் தலை விதி. இங்க என்ன உங்களுக்குள்ள ஒரு சண்டை சச்சரவு? அண்ணா கேரு வாங்கோ. உட்காருங்க அண்ணா. உன் தலைவிதிக்கு என்ன ஆயிடுத்து தலைமையிலும்? அது நான் பிரத்யேகமாய் சொல்லணுமா அண்ணா? ஆத்துக்காரனுக்கு கொஞ்சமாவது பொறுப்பு வேண்டாமா? அண்ணனு ஒரு குடும்பம் நடத்துற ஆளு தானே. காலம் பெறையாச்சுண்டா எந்த வேலைக்கும் போகாம அவனை குறைச்சுകൊണ്ട് இருப்பாரா அண்ணன்? என்ன வெங்கடி இது, எப்ப பார்த்தாலும் இவளை இப்படி தொண்ணான்னு பேச வைக்கிறிய? ஆமா, நீ இன்னைக்கு ஜோலிக்கு போலியா? இல்லை. என்ன ஜோலி? அந்த செட்டியார மல்லிக்கடையில அண்ணன் வாங்கி கொடுத்த ஜோலியா? அந்த வேலையும் விட்டாச்சு. அது அண்ணனுக்கு தெரியாதா? உண்மையா வெங்கடி?
எதுக்கு அந்த வேலையை விட்ட? அந்த செட்டியாருக்கு அகங்காரம் ஜாஸ்தி. எந்த நேரமும் டே வெங்கடி வாடா வெங்கடி அப்படிதான் கூப்பிடுவேன். நான் என்ன வேலைக்காரனா? டே வெங்கடின்னு கூப்பிட்டா என்ன ஆயிடும்? 60 வயசு இருக்குலே அந்த செட்டியாருக்கு. நம்ம ராமண்ண கூப்பிடுற மாதிரி தானே அதுவும். രാമ അണ്ണൻ എന്നോട് സ്വന്തം അണ്ണനാക്കും. அந்த செட்டியாரு எனக்காரு. சரி சரி, உனக்கு பிடிக்கலைன்னா அந்த வேலைக்கு போக வேண்டாம். ஆமா. அண்ணா குடிக்கிறதுக்கு சம்பாரமா காப்பியா? வேண்டாம் அலமலு, நான் இப்போ வந்தது ஒரு அர்ஜென்ட் விஷயம் சொல்லுறதுக்காக ஆகும். எங்கள் கூட தாமசிக்கிற ஒரு யமுனாவை பற்றி நான் போன வாட்டி வந்தப்போ சொல்லியிருந்தேனே. அந்த சினிமா நடிகை அல்லவா? ஆமாம், அவளை இன்னுமே அங்கே தங்க வைக்கிறது ரொம்ப ரிஸ்க்கு. அந்த ராட்சசன் கண்டுபிடிச்சிட்டானா? இதுவரை இல்லை, ஆனால் யமுனா அக்ரஹாரத்தில் எங்கேயோ இருக்கான்னு அவனுக்கு சந்தேகம் இருக்குது. அதனால் கூடிய சீக்கிரம் அவளை அங்கே இருந்து மாற்றணும். இங்கே இல்லாமல் வேறொரு இடம் சரியாவாதுன்னு என் மனசில் படுறது. இங்கயா? ஆமாம், ஏதாவது புத்திமுட்டு இருக்கா? അതൊന്നും ഒന്നുമില്ല അണ്ണാ. യമുനാവെ സീക്കിരം കൂട്ടിയിട്ട് വാ. എவ்வளவு நாள் வேணுമെങ്കിലും இங்க தங்க வைக்கலாம். நீ சம்மதம் சொல்லுவேன்னு அண்ணனுக்கு தெரியும். அலமேலு, நீ என்ன சொல்ற? அது அண்ணன் சீக்கிரம் போய் யமுனாவை கூட்டிட்டு வா. கிளம்பண்ணா, போண்ணா. ம் ம் அண்ணா கிட்ட நீங்க என்ன சொன்ன? ஏதோ ஒரு சினிமா நடிகை கொண்டு வந்து இங்க தங்க வைக்கானா? இங்க 2 ஆளுக்கே சாப்பாடுக்கு பட்டல, அப்ப இனி ஒரு ஆள் ஓடி சேர்ந்தா அது ஒரு சினிமா நடிகை. உங்களுக்கு என்ன பைத்தியமா? அண்ணனாக்கும் சொன்னது. அதனால சினிமா நடிகை வரட்டும், தங்கட்டும், இருக்கிறதுலே பங்கு கொடுப்போம். ஓ கடவுளே, என் தலை விதி. ഓ, നീയായിരുന്നോ? വിസിറ്റർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അത് നീയാണെന്ന് വിചാരിച്ചില്ല. ഹിയർ. നിന്നെ അഭിനന്ദിക്കാൻ. എന്തിന്? കുറെ ജന്മങ്ങൾ കശാപ്പ് ചെയ്തിട്ട് നീ ഇതിനകത്ത് വന്നു. പിന്നെ വ്യക്തമായ ലക്ഷ്യത്തോടെ പരോളിന് അപേക്ഷിച്ചു. പരോളിലിറങ്ങി ഒരു സൽക്കർമ്മം കൂടി ചെയ്തില്ലേ, അതും സ്വന്തം അനിയത്തിയോട് തന്നെ. അഭിനന്ദിക്കാതെ നിർത്തില്ലല്ലോ. ഓഹോ, അതിന് ഇത്ര ദൂരം യാത്ര ചെയ്ത് കഷ്ടപ്പെടേണ്ടിയിരുന്നില്ലല്ലോ. ഒരു ഫാക്സ് മെസ്സേജ് പോരായിരുന്നോ? അല്ലെങ്കിൽ ഒരു ടെലഗ്രാം? പോരാ. ആവശ്യത്തിനനുസരിച്ച് നിറം മാറുന്ന ഈ മുഖത്ത് നോക്കി തന്നെ ആ അഭിനന്ദനം അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. എത്ര വലിയൊരു നടനാ നീ! എന്തൊരു അഭിനയമായിരുന്നു! ഹോസ്പിറ്റലിൽ ICUവിന് മുന്നിലും പുറത്തു നീ കാഴ്ചവെച്ചത്. കരച്ചിൽ, ഗദ്ഗതം, ദീർഘനിശ്വാസം, ജയിൽവാസവും അനുഭവങ്ങളും നിന്നെ ആകെ മാറ്റിമറിച്ചെന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിച്ചു പോയി. നീ അങ്ങനെ വിശ്വസിപ്പിച്ചു. പക്ഷെ ആ കണ്ണീരും കുമ്പസാരവും എല്ലാം കൃത്രിമമായിരുന്നു, ആരും അറിഞ്ഞില്ല. ആട്ടിൻ തോലിന് കീഴിൽ പഴയ ചെന്നായി ഒളിച്ചിരിപ്പുണ്ടെന്ന്, അനിയത്തിയുടെ ചോര മോന്താൻ നോക്കിയത് ആ ചെന്നായി തന്നെയാണെന്ന് ആരും അറിഞ്ഞില്ല. അവിടെയാണ് ചെന്നായുടെ ബുദ്ധി. ആട്ടിൻപറ്റത്തിന് ബുദ്ധിയില്ലാത്തതാണല്ലോ ചെന്നായുടെ നേട്ടം. പക്ഷേ പഞ്ചതന്ത്ര കഥയിൽ ആ ചെന്നായിക്കൊരു അന്ത്യമുണ്ട്. നിനക്കത് അറിയില്ലേ? പഞ്ചതന്ത്ര കഥയല്ല ജീവിതം. ഈ റാംമോഹൻ ഒരു ചുക്കും സംഭവിക്കില്ലടാ. നീ എന്താ വിചാരിച്ചത്? 4 ദിവസം ജയിലിൽ കിടന്ന ഞാൻ കരഞ്ഞ് പശ്ചാത്തപിച്ച് മഹാത്മാവെന്നോ? എന്നും എൻ്റെ വളർച്ചയിൽ വിലങ്ങുതടിയായ നിന്നെ എൻ്റെ അളിയനായി ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നോ? അതിന് റാംമോഹൻ വേറെ ജനിക്കണം മോനെ. മരണം വരെ നീ എൻ്റെ ശത്രുവാണ്. പക്ഷേ എലിയെ തോൽപ്പിച്ച് ഇല്ലം ചൂടാനാണ് നീ ശ്രമിച്ചത്. എന്നെ തോൽപ്പിക്കാൻ സ്വന്തം അനിയത്തെ ഇല്ലാതാക്കണോ? അനിയത്തി, ഏട്ടൻ, അച്ഛൻ, അമ്മ, ഒരു ബന്ധുവും റാംമോഹന് പ്രധാനമല്ല. ലക്ഷ്യം, അംബിഷൻ, അതാണ് റാമിന് പ്രധാനം. അതിന് കുറുകെ വരുന്നത് എന്തും റാം ചവിട്ടി മാറ്റും.
ബൈ ദ ബൈ ചോദിക്കാൻ മറന്നു, അവളുടെ സ്ഥിതി എങ്ങനെ? കഥ തീർന്നോ? നിന്റെ കണക്കൂട്ടലുകൾ പിഴച്ചുറാം. അപ്പോ അവള് ചത്തില്ലല്ലേ? ഒരു ചെറിയ പിഴവ് പറ്റി. കണക്ക് കൂട്ടൽ തൊലച്ചത് ആ വൃത്തികെട്ട ഡോക്ടറാണ്, മേനോൻ. കൃത്യസമയത്ത് അയാളെ അങ്ങോട്ട് കെട്ടിയെടുത്തു. അല്ലായിരുന്നെങ്കിൽ കഥ തീർന്നു എന്ന് ഉറപ്പായിട്ടേ ഞാൻ അവിടെ നിന്ന് പോരുമായിരുന്നുള്ളൂ. എന്റെ അടുത്ത ടാർഗറ്റിലേക്ക് എനിക്ക് നീങ്ങാമായിരുന്നു. ആ ടാർഗറ്റ് ഞാനായിരിക്കും. സെർട്ടൻലി. പക്ഷെ സാരമില്ല, ദൈവം അവസരങ്ങൾ ഇനിയും എനിക്ക് തരും. ദൈവോ? പിശാചിനെ സഹായിക്കാൻ ഏത് ദൈവം? എന്റെ ദൈവം, എന്റെ മാത്രം ദൈവം. ഏത് വീഴ്ചയിൽ നിന്നും തിരിച്ചടിയിൽ നിന്നും അതെന്നെ പിടിച്ചുയർത്തും. ഒരു ലക്ഷ്യം മനസ്സിൽ കുറിച്ചിട്ടാൽ പിന്നെ അത് നേടിയേ റാംമോഹന് സമാധാനമുള്ളൂ എന്നേ ഞാൻ മനസ്സിൽ ചുവപ്പ് മഷി കൊണ്ട് കുറിച്ചിട്ടതാണ് പ്രസാദേ നിന്റെ നമ്പർ. നഴ്സിംഗ് ഹോമിൽ അതിനുവേണ്ടി ഞാനൊരു ശ്രമം നടത്തി. പക്ഷേ മുരുകൻ അത് പാഴാക്കി. സാരമില്ല, കാലം ഇനിയുണ്ടല്ലോ, അവസരങ്ങളും. കാത്തിരിക്കാൻ ഞാൻ തയ്യാറുമാണ്. ചെകുത്താൻ ഇന്നലെ വരെ എനിക്കൊരു സങ്കല്പം മാത്രമായിരുന്നു. ഇന്ന് ഞാനത് നേരിൽ കണ്ടു, മുഖാമുഖം. പക്ഷെ റാം, കുറെ കൂടി നല്ലത് മനുഷ്യനാകുന്നതല്ലേ? നോ, എനിക്ക് മനുഷ്യനാവണ്ട. ഐ എം ഡെവിൾ, ഐ എം ഡെവിൾ, ഐ എം ഡെവിൾ. നടക്കങ്ങോട്ട്. ഐ എം ഡെവിൾ. അങ്ങോട്ട് നടക്കാൻ. ഐ എം ഡെവിൾ. നടക്കടാ അങ്ങോട്ട്. ഐ എം ഡെവിൾ. വാട്ട് എ പിറ്റി. കുറുക്കന്റെ തലച്ചോറും കുതിരയുടെ ഗതിവേഗവുമുള്ളൊരു ജേർണലിസ്റ്റ് ഇങ്ങനെ ഇരുട്ടിൽ ഒരു മുറിയുടെ മൂലയിൽ ചൂളിക്കൂടിയിരിക്കേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ, ദയനീയം, വളരെ വളരെ ദയനീയം. എന്തുകൊണ്ട് ഈ ചെറുപ്പക്കാരന് ഈ ഗതി വന്നു? ഫ്രെഡി, why did it happen? ഇവൻ സാറിനെ ചതിച്ചു. എന്നെയോ? എങ്ങനെ എങ്ങനെ ചതിച്ചു? സാറിന്റെ വിശ്വസനെ അഭിനയിച്ച് സാർ അറിയാതെ യമുനെ ഇവിടെ നിന്ന് കടത്തി തിരുനെല്ലിവേലിക്ക് കൊണ്ടുപോയി. ആഹാ, കൊള്ളാമല്ലോ. ഏയ് കമോൺ. മഹാസമർത്ഥനെന്ന് അഹങ്കരിച്ച് നടക്കുന്ന ഡാനിയൽ ഡിസൂസയെ പറ്റിച്ചെങ്കിൽ നീ ചില്ലറക്കാരനല്ല. ആ നിലയ്ക്ക് നിന്നെ ഞാൻ ആചാര്യസ്ഥാനത്ത് കാണണം. അറിയാത്ത പുതിയ പാഠങ്ങൾ നിന്നിൽ നിന്ന് ഞാൻ പഠിക്കണം. അല്ലയോ ആചാര്യരെ, ഐ സറണ്ടർ ബിഫോർ യുവർ ബ്രില്യൻസ്.
കൗശലത്തിന്റെയും ചതിയുടെയും പുതിയ പാഠങ്ങൾ എനിക്ക് ദയവായി ചൊല്ലിത്തന്നാലും പഠനം കഴിഞ്ഞാൽ അങ്ങ് ആവശ്യപ്പെടുന്ന ഗുരുദക്ഷിണ ഞാൻ തരും, തീർച്ച. ആ, ആചാര്യർക്ക് പക്ഷേ ഒരു സത്യം മനസ്സിലാകാതെ പോയി. ഓവർ സ്പീഡിലുള്ള കുതിരയോട്ടം റിസ്കിയാണെന്ന്. ഒട്ടും പ്രതീക്ഷിക്കാതെ മൂക്കം കുത്തി വീഴുമെന്നും. അതാണ് നിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. നീ വീണു. ഡാനിയൽ ഡിസൂസ നിന്റെ മരണപ്പാച്ചിലിനു കുറുകെ വലിച്ചു കെട്ടിയ കയറിൽ തട്ടി മുഖമടിച്ചു വീണു. നിന്റെ ചാണക്യ ബുദ്ധിയുടെ മാത്രമല്ല, നിന്റെ ഭാവി ജീവിതത്തിന്റെ മുഴുവൻ വീഴ്ചയാണത്. നൗ യു ആർ ഹിയർ, എന്റെ കസ്റ്റഡിയിൽ. ഇനി നിന്റെ ഡെസ്റ്റിനി ഈ ഡാനിയൽ നിശ്ചയിക്കും. നീ ഇരിക്കണോ അതോ മരിക്കണോ? ഡാനിയൽ നിശ്ചയിക്കും. നീ ജാതകത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി ആ വിശ്വാസം വേണ്ട. കാരണം ഒരുപാട് പേരുടെ ജാതകം മാറ്റി എഴുതിയവനാണ് ഈ ഡാനിയൽ. പലർക്കും ഞാൻ സ്വർഗത്തിലേക്ക് പ്രമോഷൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നിനക്കും വേണോ പ്രമോഷൻ? എത്രാം വയസ്സിലാ നിന്റെ മരണം ജാതകപ്രകാരം? ഞാനത് തിരുത്താം. എനിക്ക് നിന്നെ എത്രയും നേരത്തെ പ്രൊമോട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ബിക്കോസ് യു ഡു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ ആസ് എ പ്രോമിസിംഗ് ജേർണലിസ്റ്റ്. നാളെയുടെ വാഗ്ദാനങ്ങൾക്ക് ഒരിക്കലും ദുർമരണം സംഭവിക്കരുത്. പക്ഷെ നിർഭാഗ്യവശാൽ നിന്റെ വാതുക്കൽ ഒരു ദുർമരണത്തിന്റെ കാലൊച്ച ഉണ്ട് മോനെ. രക്ഷപ്പെടണമെന്ന് നിനക്ക് ആശയുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയേ. യമുന എവിടെയാ? നിനക്കറിയാം. ഈ ചിറകിൻ കീഴിൽ ഒളിപ്പിച്ചാണ് നീ അവളെയും കൊണ്ട് ഇവിടുന്ന് പറന്നു പോയത്. എന്നെ അതിമനോഹരമായി ചതിച്ചിട്ട് കടന്നു കളഞ്ഞത്. അപ്പോ നിനക്കറിയാം, നിനക്കേ അറിയൂ. പറയാ, where is she? Where is she? എനിക്കറിയില്ല. നിനക്കറിയാം. പറയാ, പറയടാ. നിനക്കറിയാം. പറയാ. എനിക്കറിയില്ല. നോ, നിനക്ക് മാത്രമേ അറിയൂ. ഞാനത് കണ്ടെത്തും. നിന്റെ വൃത്തികെട്ട നാവിൽ നിന്ന് ഞാനത് തുരന്നെടുക്കും. You son of a bitch! എത്രയും പെട്ടെന്ന് ഓപ്പറേഷനുള്ള ഏർപ്പാട് ചെയ്യണം. തിയേറ്റർ റെഡിയാകും. കമോൺ, ക്വിക്ക് ക്വിക്ക്. ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള ശ്രമത്തിന്റെ ഫലമായി ബ്രെയിനിലെ ചില നെർവുകൾക്ക് ക്ഷതമേറ്റിട്ടുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ക്ഷതം മാത്രമല്ല, ബ്ലീഡിങ്ങും ഉണ്ടായിരിക്കുന്നു. സ്കാനിങ്ങിൽ അത് വളരെ ക്ലിയറാണ്. യു മീൻ ഹെമറേജ്? യെസ്. പെട്ടെന്ന് തന്നെ ഒരു സർജറി വേണ്ടിവരും. വൈകിച്ചാൽ ദാറ്റ് വിൽ റിസ്ക് ഹെർ ലൈഫ്.
സർജറി കൊണ്ട് രക്ഷപ്പെടുമെന്ന് ഉറപ്പല്ലേ ഡോക്ടർ? സൈക്യാട്രിയാണ് ഫീൽഡെങ്കിലും താങ്കളുടെ ഭർത്താവും ഒരു ഡോക്ടറാണ്. സർജറിയുടെ റിസൾട്ട് 100% പോസിറ്റീവ് ആയിരിക്കുമെന്ന് ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് ഗ്യാരണ്ടി ചെയ്യാൻ ഒക്കുമോ ഡോക്ടർ? അവൾ ആകാംക്ഷ കൊണ്ട് ചോദിച്ചു പോയതാണ്. കാരണം രേഖ ഞങ്ങൾക്ക് സ്വന്തം മകളെ പോലെയാണ്. യെസ്, ഞാൻ മനസ്സിലാക്കുന്നു. രേഖയുടെ ജീവിതത്തിൽ എത്രയോ കാലമായി ഒരു ട്രാജഡിയുടെ നിഴലുണ്ട്. എങ്കിലും അനാഥത്വത്തിൻ്റെ വേദന അവൾക്ക് തോന്നാതിരിക്കാൻ ഞങ്ങൾ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ മനസ്സ് മുഴുവൻ നന്മയാണ്, ഇന്നസെൻസ് ആണ്. അവൾ ജീവിക്കണം ഡോക്ടർ. എൻ്റെയും ആഗ്രഹം അതുതന്നെയാണ്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് സർജറി നടത്തണമെന്ന് പറഞ്ഞത്. ഇതാ സമ്മതപത്രം. ഇത് റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. രേഖയ്ക്ക് മറ്റ് റിലേറ്റീവ്സ് ഇല്ലാത്ത സ്ഥിതിക്ക് ഡോക്ടർ മേനോന് ഇതൊന്ന് ഒപ്പിട്ട് തരാമല്ലോ അല്ലേ? യെസ്, തരും, ഞാൻ ഒപ്പിടാം. ഓക്കെ, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ആരാ? ഡോക്ടർ രേഖ. പെട്ടെന്നൊരു സർജറി വേണ്ടി വന്നു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയിരിക്കുക. ഐസിയുൽ ചെന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു രേഖ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണെന്ന്. എന്താ ഡോക്ടർ, എന്തിനാ ഓപ്പറേഷൻ? രേഖയ്ക്ക് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായി. സർജറി നടത്താതെ നിവൃത്തിയില്ലെന്ന് ഡോക്ടർ സിദ്ധാർത്ഥൻ പറഞ്ഞു. ഏയ് പ്രസാദ്, ഒരാപത്ത് സംഭവിക്കില്ല. സർജറി നടത്തിയില്ലെങ്കിലാണ് ആപത്ത്. പ്രസാദ് വിഷമിക്കാതിരിക്കും. രേഖ രക്ഷപ്പെടും. രേഖയെ നമുക്ക് തിരിച്ചു കിട്ടും പ്രസാദ്. സമാധാനമായിരിക്കും.